അറിയാം എന്തിനാണ് ഇങ്ങനെ ഒരുങ്ങി പോകുന്നതെന്ന്. ഇല്ലാത്ത രോഗവും പറഞ്ഞ് ഡോക്ടറോട് സൊറ പറഞ്ഞിരിക്കാൻ വലിയ വീടുകളിൽ ഒരുപാട് സുന്ദരിമാര് വരുമല്ലോ. ഡോക്ടറാണെങ്കിലോ എന്തിനും റെഡി. യു ആർ റൈറ്റ്. എന്തായാലും എന്റെ ശ്രീമതിക്ക് ബുദ്ധിയുണ്ട്. ഒന്ന് ചോദിച്ചോട്ടെ, ഇന്ന് ഇതേവരെ ഏതെങ്കിലും ഒരു ശ്രീമതി നിന്റെ ശ്രീമാനെ തിരക്കോടെ വന്നിട്ടുണ്ടോ? അതാണ് ഡോക്ടർ പ്രസാദിന്റെ ക്വാളിറ്റി. ഡിസ്പെൻസറി ഈസ് ഡിസ്പെൻസറി, ഹോം ഈസ് ഹോം. ആരാ നോട്ടെ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ആ, ഇവരെന്റെ ഫ്രണ്ട്സാ, നാൻസി ആലീസും. ഞാൻ പറയാറില്ലേ? ഹലോ. അല്ല, അകത്തേക്ക് കയറി ഇരിക്കാൻ പോലും പറയുന്നില്ല. സോറി. ഇരിക്കൂ. എവിടെ മിസ്സസും മോനും ഒക്കെ? മോൻ ക്ലാസ്സിൽ പോയി. ഞാൻ മിസ്സിസിനെ വിളിക്കാം. അതാ ഞാൻ പറയാനുള്ള രേണു. ഡിസ്പെൻസറി ഈസ് ഡിസ്പെൻസറി, ഹോം ഈസ് ഹോം. ഇപ്പൊ എന്തായി? കാണാതിരുന്നിട്ട് ഉറക്കം വരുന്നില്ലായിരിക്കും. വീട് വരെ എത്തിക്കഴിഞ്ഞു ഓരോന്നും. രാജി, ഒന്ന് പതുക്കെ പറ, അവര് കേൾക്കും. നീ എന്റെ മാനകളല്ലേ. കേക്കട്ടെ, എന്റെ ക്ഷമ കിട്ടാലുണ്ടല്ലോ. മിസ്സിസ് അടുക്കളയല്ല, നിങ്ങൾ വന്നറിഞ്ഞ് കാപ്പി എടുക്ക. പുള്ളിക്കാരത്ത് വലിയ സൽക്കാരപ്രിയ. പിന്നെ വന്ന കാര്യം, ധൃതിയുണ്ടോ? ഞാൻ ഹോസ്പിറ്റലിൽ പോവാൻ റെഡിയായി നിൽക്കായിരുന്നു. ശരി, ഞാൻ ഡോക്ടറുടെ സമയം കൊല്ലുന്നില്ല. അടുത്ത ഞായറാഴ്ച ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഒരു ചെറിയ ഗെറ്റ് ടുഗദർ. ഡോക്ടറും വരണം. ആ, അന്ന് ഹൗസ് വാമിങ്ങിന് വരാതിരുന്ന പോലെ വരാതിരിക്കില്ലേ? അടുത്ത ഞായറാഴ്ചയല്ലേ? എന്തായാലും വരാം. മിസ്സസിനെ കണ്ടില്ല. മിസ്സിസ് അടുക്കളയിലായിരിക്കും. സാരമില്ല, ഞാൻ പറഞ്ഞോളാം. അല്ല, കാപ്പി കാപ്പി ഒന്നും വേണ്ട. എന്നാ ഞങ്ങൾ പോട്ടെ. മറക്കരുത്, തീർച്ചയായും വരണം. എന്തായാലും വരാം. വാ പോവാ. ഇന്നത്തെ കണി കൊള്ളാം. ഒരു ഉഗ്രം പീസ് ഒന്ന് വളച്ച് നോക്കിയാലോ. കാണല്ലേ. ആരാണ് നീ? എന്താണ് നിന്റെ പേര്? പ്രേമൻ. നിന്റെ പേര് പോലെ തന്നെ നിന്റെ തൊഴിലും പ്രേമം. സോറി, ഞാൻ പ്രതീക്ഷിച്ച ആള് നിങ്ങളല്ല. പക്ഷേ എനിക്ക് ഒട്ടും തെറ്റിയിട്ടില്ല. ഞാൻ പ്രതീക്ഷിച്ച ആള് നീ തന്നെ. ഐ വാണ്ട് എ ലിഫ്റ്റ്. സോറി കേട്ടോ, എനിക്ക് നോർത്തിലേക്ക് പോണ്ടത്. എന്തൊരു പൊരുത്ത എന്റെ മനസ്സും നിന്റെ മനസ്സ്. എനിക്കും പോണ്ടത് നോർത്തിലേക്ക് തന്നെയാ. ഞാൻ നോർത്തിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സൗത്തിലേക്ക് പോകും. ഞാനും നോർത്തിൽ നിന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് സൗത്തിലേക്ക് പോകും. അയ്യോ, ഇപ്പഴാ ഞാനൊരു കാര്യം ഓർത്ത്. ഈസ്റ്റിൽ ചെന്ന ഒരാളെ കണ്ടിട്ട് വേണം നോർത്തിൽ പോയിട്ട് പിന്നെ സൗത്തിൽ പോവാൻ. ഞാനും അങ്ങനെ തന്നെയാ. ഈസ്റ്റിൽ പോയി ഒരാളെ കണ്ടിട്ട് വേണം നോർത്തിൽ പോയി സൗത്തിൽ പോവാൻ. ഈ പ്രായത്തിൽ ഇങ്ങനെ യാത്ര അത്ര ഇപ്പഴാ ഓർത്തത്. ഞാൻ ഇന്ന് ഫ്രീയാ. നമുക്കിന്ന് എൻജോയ് ചെയ്യണം. ആരെങ്കിലും കണ്ട വളരെ ബോറാട്ടോ. അമ്മച്ചിയുടെ തലക്ക് വട്ടുണ്ടോ? വട്ട് നിന്റെ തന്തയ്ക്കാ. വണ്ടി ഇടറാ.